ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ 1 കിലോ ഹോൾ ബീഫ് പീസിനെ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്ത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് സെർവ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളൊരു സോസും ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കണ്ടു. ഇപ്പോൾ ബീഫിന് അരച്ച് പറ്റാനുള്ള മസാല അതൊരു സ്പെഷ്യൽ മസാലയാണ്. അതിൽ ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിപത്രി, 1 സ്റ്റാർ അനീസീഡ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം, പിന്നെ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണ്, മുളക് ചതച്ചത് 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് 1/4 കപ്പ് വിനീഗർ. അപ്പം നമ്മൾ വിനീഗർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, വിനീഗർ നമ്മൾ 1/4 കപ്പേ ആഡ് ചെയ്യുന്നുള്ളൂ, ഒരു ഇത് മുങ്ങി കിടക്കാവുന്ന വിധത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നമുക്കതിനെ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം അതിനെ പേസ്റ്റ് ആക്കാനായിട്ട്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് പൊടികളിട്ടു. ഇനിയിപ്പം നമുക്ക് ബാക്കി വെള്ളം ആഡ് ചെയ്യാം. ഇതെല്ലാം മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഇത്രയും മതിയാകും. വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യണം. നന്നായിട്ട് കുതിർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. വിനീഗറിലും വെള്ളത്തിലും കുതിർത്ത് വെച്ച മസാല അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10-12 അല്ലി ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ചേർത്തൊരു പേസ്റ്റ് ആക്കാം. അപ്പം ഞാൻ ഇങ്ങനെ 1 കിലോയുടെ ഒരു വലിയൊരു കഷ്ണം ബീഫാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയിൽ കുറച്ച് അതും കൂടെ ഇതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി പിടിച്ച് യോജിപ്പിച്ച് ആ ബീഫ് പീസസിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 2 സൈഡും. ഇപ്പം കുറച്ചും കൂടെ മസാല എടുക്കാം. എന്നിട്ട് എല്ലായിടും തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കാം. ഒരു 30 മിനിറ്റ് ഇങ്ങനെ വെക്കണേ. ഇപ്പം ഞാൻ ആ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടോ, അത് 2 സൈഡും ഒന്ന് ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒന്ന് സീൽ ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും ബ്രൗൺ ആയിട്ട് നമുക്ക് വേണം പ്രഷർ കുക്കറിൽ ബാക്കി മസാല ചേർത്ത് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടാവും, ഞാൻ നോക്കട്ടെ. കണ്ടോ, ആ സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ആ സൈഡ് നന്നായിട്ട് സീലായി കഴിയുമ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഞാനത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ബീഫിൻ്റെ മറ്റേ സൈഡും നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, കണ്ടോ, നല്ല സീലായിട്ടുണ്ട്. ഞാനിതിനെ എടുത്തിട്ട് ഒരു കുക്കറിൻ്റെ അകത്തോട്ട് എടുക്കാൻ പോകും. കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 3 സവാള അരിഞ്ഞത്, ഒരു കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത്, അതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ സെയിം ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്കതിനെ ഒന്ന് മുപ്പിച്ചെടുക്കാം. ആ സവാള ചെറിയ ഉള്ളി വഴന്നു വരുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആ കറിവേപ്പില അതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരും. ഇപ്പോൾ ആ സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആ ബീഫിൽ പരട്ടി വെച്ച അരപ്പിൻ്റെ ബാക്കി അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ ബീഫ് പീസ് വറുത്തതിനകത്ത് ഈ മസാല ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മൾ ബീഫിൽ പുരട്ടാനായിട്ട് കുറച്ച് ഉപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ. മസാലയ്ക്ക് ഉപ്പില്ല, കുറച്ച് ഉപ്പും കൂടെ അതിനൊക്കെ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ആ വഴറ്റിയ അരപ്പ് നമ്മുടെ ബീഫ് പീസിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ബീഫിൻ്റെ കഷ്ണം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം. എന്നുവെച്ചാൽ വലിയ പീസ് ആയതുകൊണ്ട് അത് ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിപ്പം എന്നിട്ട് ഇനി പ്രഷർ കുക്കർ ചെയ്യാനായിട്ട് അടപ്പ് വെച്ച് ഞാൻ വിസിൽ വരാനായിട്ട് വെക്കാൻ പോവാം. ഇതൊരു 20 മിനിറ്റ്സ്, അതായത് നല്ല ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാലേ നമ്മുടെ ബീഫ് വെന്ത് കിട്ടും. അതുവരെ നമുക്കതിനെ വേവിച്ച് നമ്മൾ കുക്ക് ചെയ്ത ബീഫ് ആ ഗ്രേവിയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേവി ഇപ്പോൾ കുറച്ച് നീണ്ട ഇരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പാനിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് വേണം ആ ബീഫിൻ്റെ കൂടെ സോസായിട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ച് നല്ലതായിട്ട് കുറുകി വരണം. ആ ചാറിൽ നിന്ന് മാറ്റിയ ബീഫ് കുറച്ച് നേരം ഒന്ന് വെളിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അതിനെ ചെറിയ സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം. ചെറിയ സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ട് വേണം നമുക്കതിനെ സെർവ് ചെയ്യാനായിട്ട്.
അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സോസ് നല്ല വറ്റിക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്ന വരെ സോസിനെ തിക്കൻ ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ഇതിനെല്ലാം കൂടെ സെർവ് ചെയ്യാം. കുറച്ച് റോസ്റ്റഡ് വെജിറ്റബിൾസും എല്ലാം കൂടെ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ബീഫ് റോസ്റ്റായിട്ട് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാം. 2 സ്ലൈസ് ബ്രെഡോ ഒക്കെ കൂട്ടി വേണമെങ്കിൽ ഇതിനെ നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം.